ഒക്കെ തന്നിട്ട് പിന്നെ അള്ളാഹ് മദ്ഹ് പറയാണ് ആരുടെ? മുഹമ്മദ് മുസ്തഫയുടെ. എന്നാ നേരത്തെ മദ്ഹ് ഇല്ലേ? എമ്പാടും ഉണ്ട്. ഖുർആൻ നിറച്ച് മദ്ഹ് അല്ലേ? ഉണ്ട്. മദ്ഹ് നിറച്ച് ഖുർആനിലുണ്ട്. വമാ അർസൽനാക ഇല്ലാ പറ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹിന്റെ മദ്ഹാൻ. എന്തിന്? യാസീൻ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ? യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹ്, മിൻ അസ്മാഇ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ പേരാണ് എന്ത്? യാസീൻ. ത്വഹ, ത്വഹ മിൻ അസ്മാഇ റസൂലില്ലാഹ്. സ്വർഗത്തിൽ എപ്പോഴും ഓതുന്ന രണ്ട് സൂറത്ത്, ഒന്ന് യാസീനാണ്, ഒന്ന് ത്വാഹയാണ്, രണ്ടും മിൻ അസ്മാഇ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് നോക്ക്. ഈസിയായി കേൾക്കരുത്, ഈസിയായി ശ്രദ്ധിക്കരുത്. വളരെ ശ്രദ്ധിച്ച് അങ്ങക്ക് കൂലി കിട്ടും, എനിക്കും കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ കൃത്യ വർത്തമാനങ്ങളാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം. അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. സ്വർഗത്തിൽ ചർച്ചയാക്കുന്ന രണ്ട് സൂറത്തുകൾ, ഒന്ന് സൂറത്തു ത്വാഹ, ഒന്ന് സൂറത്തു യാസീൻ. എന്താണ് ഈ രണ്ട് സൂറത്തും? മിൻ അസ്മാഇ റസൂലില്ലാഹ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളല്ലേ ആ സൂറത്തുകൾ? മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കണം. അപ്പോൾ ഇതെന്തിനാ അവിടെ പറഞ്ഞത്? യാസീൻ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ പേര് തന്നെ മദ്ഹുൽ മുസ്തഫ. ത്വാഹ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ പേര് തന്നെ മദ്ഹുൽ മുസ്തഫ. പിന്നെ അനവധി സൂറത്ത് ഇറങ്ങിയിട്ടില്ലേ മദ്ഹുൽ മുസ്തഫ? അനവധി ആയത്ത് ഇറങ്ങിയിട്ടില്ലേ മദ്ഹുൽ മുസ്തഫ? വല്ളുഹാ വല്ലൈലി മദ്ഹുൽ മുസ്തഫ, അലം നശ്റഹ് മദ്ഹുൽ മുസ്തഫ. മഗ്രിബ് നിസ്കരിച്ചിട്ട് ഒരു വീട്ടില് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 തവണ വല്ലുഹാ വല്ലൈലി ഓതിയാൽ ലം യദ്ഖുൽ ഫീഹി സാരിഖുൻ വലാ നാഹിബുൻ തിൽക്കൽ ലൈല. ആ രാത്രി ഒരു കള്ളനോ കവർച്ചക്കാരനോ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല. മിൻ ഫളാഇലി ഹാദിഹി സൂറ, ആ സൂറത്തിന്റെ ഫളായിൽ പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഒരു പുരയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്തോടുക? പറ, എന്തോടുക? വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഏതാണ് ഈ വല്ലുഹാ? മിൻ മദ്ഹിൽ മുസ്തഫ, മിൻ മദ്ഹിൽ മുസ്തഫ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആണ് ആ സൂറത്ത്. അതൊരു പുരയിൽ ഓതിയാൽ ആ പുരയിൽ ഫലം യദ്ഖുൽ ഫീഹാ നാഹിബുൻ വലാ സാരിഖുൻ വലാ ദൂ ഫാഹിഷത്തിൻ തിൽക്കൽ ലൈല. ഒരു വൃത്തിയോട് ഉദ്ദേശിക്കുന്നവനോ ഒരു കവർച്ചക്കാരനോ കള്ളനോ ആ രാത്രി ആ പുരയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. മിൻ ഫളാഇലി തിൽക സൂറ, ആ സൂറത്തിന്റെ പ്രത്യേകതയാണ്. എന്തേ? അത് മദ്ഹുൽ മുസ്തഫ. വർക്കപ്പറ മദ്ഹുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മദ്ഹിന്റെ സൂറത്ത് നേരത്തെ ഇറങ്ങിയിട്ടില്ലേ? ഉണ്ട് കുട്ടി, പക്ഷെ മദ്ഹ് തീരൂല. അതിന്റെ താഴെ അലം നശ്റഹ്, ഉറക്കോട് അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഒരാൾ ദായിമാക്കി ഓതിയാൽ ആ മനുഷ്യന് ഭ്രാന്ത് പിടിപെടുകയില്ല. ഈ സൂറത്ത് നിത്യമായി ഓടുന്നവർക്ക് ഭ്രാന്ത് ഉണ്ടാവുകയില്ല. എന്തേ? ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ സ്വതക്കയാണ്. അത് സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ പറഞ്ഞിടത്തും കാര്യമുണ്ട്, വഹാബി പറഞ്ഞിടത്തും കാര്യമുണ്ട്, സലഫി പറഞ്ഞിടത്തും കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുക കുറേ ആളുകൾ. എന്താ അവർക്ക് പറ്റിപ്പോയത്? അവർക്ക് പറ്റിപ്പോയത് യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് അവർ ശ്രദ്ധിച്ചില്ല, പഠിക്കേണ്ടത് അവർ പഠിച്ചതുമില്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇതെന്താ ഇപ്പൊ പറഞ്ഞത്? ഖുർആൻ നിറച്ച റസൂലുള്ളാഹിന്റെ മദ്ഹ് നേരത്തെ വന്നിട്ടില്ലേ? ഉണ്ട്. ഈ അലൻ നശ്റഹ് റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? ആണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റ ബിസ്മി റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? ആണ്. ആദ്യത്തെ സൂറത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ലം യകുനി റസൂലുള്ളാഹിന്റെ പറ, സൂറത്ത് ലം യകുനി റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? പറ. ആണ്. ഫാത്തിഹ സൂറത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? ആണ്. അല്ലേന്നോ? മുത്ത് മുഹമ്മദ് മുസ്തഫ. അൽ ബഖറ റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? ആണടോ. ആലി ഇംറാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ? അല്ലാതെ പിന്നെന്താണത്?
അപ്പൊ ഇവിടെ റസൂലുള്ളാഹിന്റെ മദഹിന് ഒരു കമ്മിയില്ലല്ലോ നേരത്തെ തന്നെ. എന്നിട്ടെല്ലാം കെട്ടിപ്പൂട്ടി തന്നിട്ട് പിന്നെ പറയാ പിന്നെയും ലഖദ് ജാഅക്കും റസൂലുൻ, മദഹ് പിന്നെയും പറയാണ്. ഇത് ശരിക്കും ആലോചിക്കുക നിങ്ങൾ സലഫി കുട്ടികളെ, ഇത് നിങ്ങൾ ശരിക്കും ആലോചിക്കുക വഹാബികളെ. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് റബീഉൽ അവ്വൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മൗലൂദ് നിങ്ങളും കൂടി വരി, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാ. ഇതിൽ തർക്കിക്കേണ്ട പ്രശ്നം തന്നെ ഇല്ല. ഇതിൽ തർക്കിച്ചാൽ നമ്മൾ അടി പൊളിഞ്ഞു പോവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതെന്താണ്? ഇത് ഹബീബ നബിയാണ്. ഇത് തറാവീഹ് അല്ല. തറാവീഹ് ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വരാൻ പോണില്ലല്ലോ. എന്നാൽ മല്ലം യദ്ഖുൽ ഫീ ഖൽബി റജുലിൻ മഹബ്ബത്തു മുഹമ്മദിൻ ലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അളമത്ത് മുഹമ്മദ് കയറിയിട്ടില്ലെങ്കിൽ ആ ഹൃദയത്തിലേക്ക് ഈമാൻ കയറൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹിയുടെ അളമത്ത് ഒരാളെ തടിയൊക്കെ കയറിയിട്ടില്ലെങ്കിൽ ഈമാൻ കയറൂല. ചിന്തിക്കണം. ചില മരുന്ന് കുടിക്കുമ്പോൾ പറയുമല്ലോ, മരുന്ന് തേനിൽ ചാലിച്ച് കുട്ടിക്ക് കൊടുത്താളാ, അങ്ങനെ വരുമല്ലോ. അങ്ങനെയല്ലേ ഡോക്ടർ? ഇത് 4 പൊട്ടാക്കിയിട്ട് 4 നേരം 6 മണിക്കൂർ ഇടവിട്ടിട്ട് തേനിൽ ചാലിച്ച് കുട്ടി കൊടുത്താളാ. ഒറ്റക്ക് കയറിയിട്ട് കാര്യമല്ല, തേനെ കൂടെ കയറണം. ഈമാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹാവുന്ന തേനിലൂടെ അല്ലാതെ കയറുകയില്ല. ഇസ്ലാമിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടും പിന്നെ പറയുന്നത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾ ക്ലേശിക്കുന്നത് ഈ റസൂലിനെ സഹിക്കുകയില്ല. മാത്രമല്ല ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേട്ടമായി ലഭിക്കാൻ ഈ റസൂലിന് വലിയ ആർത്തിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് മണിമാളിക സുവർഗത്തിൽ കിട്ടാൻ മുത്തനബിക്ക് ആർത്തിയാണ്. നിങ്ങൾക്ക് ദുനിയാവിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ മുത്തനബിക്ക് ആർത്തിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ നബി പറഞ്ഞില്ലേ, സൂക്ഷിച്ച് ചെലവഴിക്കണേ. സൂക്ഷിച്ചു ചെലവഴിച്ചാൽ പിന്നെ ദാരിദ്ര്യം വരികയില്ല കേട്ടോ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് ഇഷ്ടല്ലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് അനാരോഗ്യം പിടിപെടരുത് കേട്ടോ. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് ആരോഗ്യം പോകണത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നബി പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യസ്അലൽ അഫ്വ വൽ ആഫിയ. അഫ്വും ആഫിയത്തും ചോദിക്കുന്നവരോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ നല്ലോണം ചോദിക്കണം കേട്ടാ എന്ന് മുഹമ്മദ് മുസ്തഫ. അഫു എന്നാൽ ചെയ്തു പോയതിലുള്ള മാപ്പ്, ആഫിയത്ത് എന്നാൽ പറ ആരോഗ്യം. അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ. ആരോഗ്യം അള്ളാഹ് തരുമെന്നും അല്ല പറയണത്, അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചോളിന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ? നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾ ആരോഗ്യം അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ പറ ഇഷ്ടമാണ്. അപ്പൊ എന്റെ ആരോഗ്യം നമുക്കും കാര്യമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ല. അപ്പൊ എന്താണ്? ഒരാൾ ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തില്ലല്ലോ. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ആരോഗ്യം. ഈ ആരോഗ്യം ഞാൻ നോക്കണില്ല, നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്നാണോ നബി പറഞ്ഞ്? മുഹമ്മദ് മുസ്തഫ എന്റെ ഹരീസുനാലേക്കും. നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാനും നബിക്ക് വലിയ ആർത്തിയാണ്. മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ മദ്ഹുൽ മുസ്തഫ. ഇതൊക്കെ കെട്ടിപ്പൂട്ടി ഇസ്ലാമിനെ തന്നിട്ട് പിന്നെ ഇറങ്ങിയായിട്ടാണ് മദ്ഹുൽ മുസ്തഫ. ചിന്തിക്ക. ബിൽമുഅ്മിനീന റഊഫുർ റഹീം. വളരെ മുഅ്മിനീങ്ങളോട് കൃപയുള്ളവനല്ലോ, കരുണയുള്ളവനല്ലോ. ഈ റസൂൽ കൃപയുള്ളവനല്ലോ, ഏറെ കരുണയുള്ളവനല്ലോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ ആയത്ത് നിങ്ങൾ എവിടെ കൊണ്ടേ വെക്കും? ഇസ്ലാം പൂർത്തിയായതിനു ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഈ ആയത്തിനോട് നിങ്ങൾ എന്ത് നീതി പുലർത്തും? അതെന്ന് പറയും. ഇത് ഇവിടുത്തെ സലഫി കുട്ടികൾ, ഞാൻ ഇവിടുത്തേരോടല്ല പറയണത്, ഇവിടെ പ്രശ്നം ഇത് പറയല്ല. മൗലിദ് നിഷേധിക്കുന്നവർ ഇന്ന് കേരളത്തിൽ എല്ലാ നാടുകളിലും അവർ ഉണ്ടാക്കുന്ന കുഴപ്പം, അവരെ കുഴപ്പം നമുക്ക് പ്രശ്നമല്ല. നമ്മളെ പ്രശ്നം അവർ നന്നാകലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുകയില്ല.
എന്തുകൊണ്ട്? ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത് അയിമ്മത്തുൽ കിറാമാണ്, മഹാന്മാരായ ഇമാമിയങ്ങളാണ്. അള്ളാഹുവിനെ ദറജേറ്റി കൊടുക്കട്ടെ. അതിൻ്റെ വലിയ ആളുകൾ ഇനി വന്ന് വരാനും ഇല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയാണ് റളിയല്ലാഹു അൻഹു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ്? ഇമാം നവവി തങ്ങളുടെ ഉസ്താദ് പോലുമായ ഇമാം അബൂ ഷാമയാണ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ? ഇമാം തഖിയുദ്ദീൻ അസ്സുബ്കിയാണ് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. പിന്നാരാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, മുഹമ്മദ് മഹാനായ അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസരിയാണ്. നമ്മളെ ഇത് പഠിപ്പിച്ചത് മറ്റാരുമല്ല, ലോകം കണ്ട മഹത്തുക്കൾ തന്നെയാണ്. ഇത് മഖ്ദൂമുൽ കബീറാണ്, ഇത് ബാഫഖ് തങ്ങളാണ്, ഇത് പൂക്കോയ തങ്ങളാണ്, ഇത് കണ്ണിയത്താണ്. അവരൊക്കെ ആരാണ്? ഒരു ഖദം അള്ളാഹുവിന് എതിരായി ജീവിക്കാത്തവരാണ്. അള്ളാഹു അവരെ വഴിയിൽ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ വിഷയം എന്താണ്? വിഷയം നിങ്ങളിത് പഠിക്കണം, നിങ്ങൾക്കിത് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ നിങ്ങളെ പിന്നാലെ കൂടുന്നത് എന്തുകൊണ്ട്? എനിക്ക് നിങ്ങൾ എന്തിനാക്ഷേപിച്ചാലും എനിക്ക് വിഷയമല്ല. എൻ്റെ പ്രശ്നം നിങ്ങൾ തിരുത്തിയിട്ട് ഈ മാർഗത്തിലേക്ക് വരണം. ഇത് ഹക്കായ മാർഗമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു നല്ല പാട്ട് പാടും മുത്തുനബിയെ പറ്റി. നിങ്ങളുടെ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്ക്. എന്ത്? അള്ളാഹു അവസാനം തന്ന ആയത്ത് മുത്തുനബിൻ്റെ മദഹല്ലേ കുഞ്ഞുമോനെ. ഈ നിസ്കാരമൊക്കെ കൂട്ടിക്കെട്ടി തന്നിട്ട് പിന്നെ അള്ളാഹു ഒരു ആയത്ത് തന്നില്ലേ റസൂലുള്ളാഹിന്റെ മദ്? ഈ ആയത്തിനോട് എന്ത് നീതിയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ പുലർത്തുന്നത്? കുട്ടികൾ അവരുടെ ഗുരുനാഥന്മാരോട് ചോദിക്ക്, നമുക്ക് ഈ ആയത്തിനോട് നീതി പുലർത്തേണ്ടതില്ലേ? എന്ത് നീതിയാണ് നിങ്ങൾ പുലർത്തുന്നത്? ചിന്തിക്കണം. കൊണ്ടുവന്ന് അള്ളാന്റെ റസൂൽ 2 സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. എടാ, 2 സാധനം കൊണ്ടുവന്നത് റസൂലിൽ കൊണ്ടുവന്നത് റസൂൽ. അപ്പൊ റസൂലോ 2 പെട്ടി ഒറ്റക്ക് വന്നതല്ലല്ലോ ദബാമെന്ന്, ബാപ്പ കൊണ്ടുവന്നല്ലേ. അപ്പൊ പെട്ടിയെ ബഹുമാനിച്ചാൽ മതിയോ? ബാപ്പയോ? ബാപ്പാനെ പിടിച്ച് ബാതിലെത്തി പുറത്താക്കി. അയ്യയ്യയ്യയ്യേ, ബാപ്പ 2 പെട്ടി ജിദ്ദന്ന് വന്നപ്പോ കൊണ്ടുവന്നു, പെട്ടിനകത്താക്കി ബാപ്പാനെ പിടിച്ച് പുറത്താക്കി. ബാപ്പാനെ ഇനി പൂച്ച കടിച്ച് നിന്നാലും പ്രശ്നമൊന്നുമില്ല, ബാപ്പ പുറത്ത് ഇരുട്ടത്ത് നിന്നോട്ടെ, നമുക്ക് പെട്ടി മതി. അയ്യയ്യേ, നിങ്ങളൊക്കെ ഉള്ള നാട്ടിൽ ജനിച്ചു പോയല്ലോ, അള്ളാഹു തആല കാത്ത് രക്ഷിക്കണം. അയ്യയ്യേ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ? ബാപ്പാനെ പിടിച്ച് പുറത്താക്കി പെട്ടിൻ്റെ എടുക്കുക. 2 സാധനമാണ് നബി കൊണ്ടെന്ന്. ഒന്ന് വാജിബാത്ത് ത്വാഅത്തിന്റെ വഴിപ്പെടലും മാസിയത്തിന്റെ ഇജ്തിനാബ് ഇതേ കൊണ്ടുവന്നത്. അത് പെട്ടിയനടയങ്ങായി, അത് അവിടുന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്. ഇത് കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ. അതല്ലേ അള്ളാഹ് പറഞ്ഞില്ലേ, ലഖദ് ജാഅക്കും, റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, ഇദാ ആതാകും കരീമു ഖൗമിൻ ഫാകിരിമു, ഇദാ ആതാകും കരീമു ഖൗമിൻ ഫാകിരിമു, ഇദാ ആതാകും കരീമു ഖൗമിൻ ഫാകിരിമു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ഉറക്കപ്പറ. അർത്ഥം പറയുന്നതിന് മുമ്പ് ഉറക്കപ്പറ. എന്താണ് നിങ്ങൾ ഈ ഹദീസിന് കൊടുക്കുന്ന അർത്ഥം? ഒരു ജനതയുടെ നേതാവ് നിങ്ങൾ അടുത്ത് വന്നാൽ ആ നേതാവിനെ നിങ്ങൾ ബഹുമാനിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഓഹോ, അപ്പൊ ഇവിടെ വലിയ നേതാവിനെ ബഹുമാനിക്കണ്ടേ? ഈ ഹദീസ് നിങ്ങൾ എന്ത് വ്യാഖ്യാനം പറയാ? ഇദാ ആതാകും കരീമു ഖൗമിൻ ഫാകിരിമു, ഇദാ ആതാകും കരീമു ഖൗമിൻ ഫാകിരിമു. പതാ ഞാൻ പറയട്ടെ. ഞാനിവിടെ കയറി വന്നു, ഇവിടെ തങ്ങൾ വന്നു, തങ്ങളൊരു ദുആ നടത്തി, നല്ലൊരു പ്രസംഗവും നടത്തി ഇല്ലേ? പറയും മനുഷ്യന്മാരെ ഇല്ലേ? ഇവിടെ തങ്ങൾ വന്നില്ലേ? വന്നില്ലേ? തങ്ങൾ വന്നു, ഒരു ദുആ നടത്തി. തങ്ങൾ വന്ന് ഒരു ദുആ നടത്തി, അങ്ങനെയല്ലേ ഉസ്താദെ? തങ്ങൾ വന്നു, ഒരു ദുആ നടത്തി, എന്തും നടത്തി, ഒരു പ്രസംഗവും നടത്തി. പിന്നെ ഞാനും വന്നു. അപ്പം നിങ്ങൾ വിളിച്ച് വന്നത് അതിഥികളാണ്. നമ്മളത്ര വലിയ ആളുകളൊന്നുമല്ല, എന്നാലും അതിഥികളാണ്. അതിഥികളാവുമ്പോൾ ആതിഥേയർക്ക് അതൊരു വിലയുള്ള ആളുകൾ തന്നെ. അപ്പം നിങ്ങൾ എന്ത് വേഗം ചെയ്ത് 2 കുട്ടികളെ ഏൽപ്പിച്ചു. എന്തിന്? ഈ അതിഥികളുടെ ഒരു മദ്ഹ് പാടുക. ഇവിടെ പാടിയോ അല്ലേ? ഇതെന്ത്? ഒരു നിങ്ങളടുത്തേക്ക് കരീമു ഖൗമ് വന്നാൽ, ആദരിക്കപ്പെടേണ്ട ആൾ വന്നാൽ നിങ്ങൾ അവരൊന്ന് ആദരിച്ചാളേ.
മുജാഹിദ് സമ്മേളനത്തിന് സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ടല്ലോ. നിങ്ങൾ ഇത്ര വലിയ നാവ് നീട്ടിയിട്ട് അവരെ മദ്ഹ് പാടാറുണ്ടല്ലോ. അതൊക്കെ പറ്റും, വലിയ നേതാവിനെ മദ്ഹ് പറയാൻ പറ്റൂല. അയ്യയ്യയ്യയ്യയ്യേ, നിങ്ങൾക്ക് എന്നാ ഈ കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോയത്? വളരെ ചിന്തിക്കണം. ചിന്തിക്കെന്താ ഈ പറയുന്നത്? ഇതൊക്കെ അല്പബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ? ഒരു ജനതയുടെ നേതാവ് നിങ്ങളുടെ അടുത്ത് വന്നാൽ ആ നേതാവിനെ നിങ്ങൾ ബഹുമാനിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്കിൽ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ അല്ലേ? ബഹുമാനിക്കണ്ടേ? എങ്ങനെ ബഹുമാനിക്കുക? അവരെ പറ്റി നല്ലത് പറയുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് കേൾക്കുക, അവരെ പറ്റി നല്ല പറയുന്നവരെ സ്വീകരിക്കുക. ചിന്തിക്കണം, ചിന്തിക്കണം മുഅ്മിനേ, ഇത് വളരെ ചിന്തിക്കണം. ഇത് തല പൊളിഞ്ഞ കേസാണ്. ഇത് വിവരമില്ലാതെ പറയുന്ന സംഗതിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യന്റെ ഖൽബിൽ കയറിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ കയറുകയില്ല. അൻത അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ഇല്ലാ മിൻ നഫ്സി എന്ന് ഉമർ ബിൻ ഖത്താബ്. ഒരിക്കൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ, അൻത അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ എനിക്ക് നിങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടമാണ്. ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ കഴിച്ചാൽ പിന്നെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്നെയാണ്, പിന്നെ നിങ്ങളെയാണ്. ആര് പറഞ്ഞു? ഉമർ ബിൻ ഖത്താബ്. ഉറക്കെ പറ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അത് സ്വാഭാവികമായിട്ടാണ് പറയുന്ന വർത്തമാനം തന്നെയല്ലേ. എനിക്ക് ഇന്ന കഴിച്ചാൽ പിന്നെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ സ്വാഭാവികം, മനസ്സിലാവണില്ലേ? നമ്മൾ സാധാരണ പറയുന്ന വർത്തമാനം പറഞ്ഞോയി ആര്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഉറക്കെ പറ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു പോയി. എന്താ പറഞ്ഞത്? അൻത അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ, എനിക്ക് ദുനിയാവിൽ അങ്ങേ ഏറ്റവും ഇഷ്ടമാണ്. ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സാണ് മാറ്റി വെച്ചാൽ. അതായത് എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. ആര് പറഞ്ഞു? പറ, ആര് പറഞ്ഞു? ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹബീബ് പറഞ്ഞു, മാ ആമൻത ഇബ്നുൽ ഖത്താബ്. അല്ല ഉമറേ, ഇപ്പോഴും ഈമാൻ പൂർത്തിയായിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഈമാൻ പൂർത്തിയായിട്ടില്ല. ഉടനെ ജിബ്രീൽ ഇറങ്ങി വന്നു ഭൂമിയിലേക്ക്. അങ്ങനെ കൊടുത്ത ആയത്താണ് സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനം. എന്താണ് 6-ാമത്തെ വചനം എന്നോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് സ്വന്തം തടിയേക്കാളും പ്രധാനം മുഹമ്മദ് മുസ്തഫ. ഏതൊരാളും ഇനി അതിന്റെ ഒരു ശാസ്ത്രം പറയാ. ഒരാൾക്ക് തന്നെ പറ്റി പറഞ്ഞു കേൾക്കാൻ വലിയ ഇഷ്ടല്ലേ? ആരും തന്നെ പറ്റി ഒരാൾ പറയുകയാണെങ്കിൽ ഇഷ്ടല്ലേ? നിന്റെ ബാപ്പ എന്നെ പറ്റി പറയുന്നത് നിനക്ക് ഇഷ്ടല്ലേ? എൻ്റെ കുട്ടികളെ കൂട്ടത്തിൽ ഇതാ റഹ്മത്തുള്ള വളരെ ഉഷാണ് എൻ്റെ ബാപ്പ പറയുന്നത് എനിക്ക് ഇഷ്ടല്ലേ? എൻ്റെ ഉമ്മ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ മക്കളുണ്ടായി, ഒരു കുട്ടി വലിയ ഉഷാറാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടല്ലേ? എൻ്റെ അമ്മോശാക്ക പറയാണ്, എന്ത്, ഞാൻ കുറേ ആളുകൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാ റഹ്മത്തുള്ള കെട്ടിച്ചു കൊടുത്തത് എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ ഉഷാറാണ്. അമ്മായിമ്മ പറയാണ്, നാട്ടുകാർ പറയാണ്, എൻ്റെ അയൽവാസി പറയാണ്, എന്ത്, ഞങ്ങൾ കാസിമയുടെ പരിസരത്താണ് ഞങ്ങളെ വീട്, ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് ഇന്ന് പറയാണെന്ന് വെക്കൂ. പറയണമെന്നല്ല, അങ്ങനെ പറയാൻ നോക്കൂ. അത് എനിക്ക് വലിയ ഇഷ്ടാവുമല്ലോ. എന്തുകൊണ്ട്? ആരാണ് ജനങ്ങളെ തന്നെ പ്രശംസിക്കാൻ ഇഷ്ടപ്പെടാത്തത്? എങ്കിൽ ഏതൊരാളും തന്നെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടുമല്ലോ, തന്നെ വിമർശിക്കുന്നതോ വിഷമിക്കുമല്ലോ. എങ്കിലോ ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് തന്നെ പ്രശംസിക്കാനല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് സ്വന്തം തടിയേക്കാളും പ്രധാനം മുഹമ്മദ് മുസ്തഫ. തന്നെ പറ്റി കേൾക്കാനല്ല കുടിക്കേണ്ടത്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി മരിച്ചു, വഫാത്തായി. തൊട്ടടുത്തുണ്ട് ആര്? പൊന്നുമോള് ഫാത്തിമ. അവർക്ക് പറ, ഫാത്തിമ.
ഫാത്തിമ, മുത്ത് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമ. പിന്നെ ചിരിച്ചിട്ടില്ല. എന്തെവിടെ നിസ്കാരമില്ലായിരുന്നോ? എന്തെവിടെ നോമ്പില്ലായിരുന്നോ? എന്തെവിടെ ഹജ്ജില്ലായിരുന്നോ? എന്തെവിടെ സക്കാത്ത്? വല്ലതും നബി കൊണ്ടുപോയിരുന്നോ? മാ ലഹിഖത്ത് ഫാത്തിമ ബഅദ റസൂലില്ലാഹ്.